25 വർഷത്തിലേറെ ഉള്ള ഉഭയകക്ഷി ശ്രമങ്ങളിലൂടെ കെട്ടിപ്പടുത്ത ഇന്ത്യ US ബന്ധത്തെ ഇപ്പോൾ അപകടത്തിലാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് നയങ്ങൾ തന്ത്രപരമായ ഒരു പങ്കാളിയായിരുന്ന ഇന്ത്യയെ ഇപ്പോൾ അവരുടെ എതിരാളിയാക്കും എന്ന ഒരു സംശയമാണ് ഉയർന്നു വരുന്നത്. ഇത് ഒരു പ്രധാന ഭൗമരാഷ്ട്രീയ വിള്ളലിലേക്കാണ് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് എന്നും വ്യക്തമാണ്. പക്ഷേ ഇങ്ങനെയായിരുന്നില്ല സാഹചര്യം. 2000-ന്റെ തുടക്കത്തിലെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് വർഷങ്ങളുടെ ശീതയുദ്ധം അവസാനിച്ച ഒരു സാഹചര്യം. 1940കളോടെ ആരംഭിച്ച ശീതയുദ്ധം 90കളോടെ അവസാനിച്ചു. 1991 ഡിസംബർ 26-ന് സോവിയറ്റ് യൂണിയൻ ഔദ്യോഗികമായി പിരിച്ചുവിട്ടു. അതിനുശേഷം ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെട്ടു. ആണവ കരാർ, സൈനിക സഹകരണം, വളർന്നുവരുന്ന നിക്ഷേപ സാധ്യതകൾ, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, പ്രാദേശിക സുരക്ഷ, ഈ വിഷയങ്ങളിലൊക്കെ ഇന്ത്യയും അമേരിക്കയും യോജിച്ച് മുന്നേറി. പൊതുവായ താൽപ്പര്യങ്ങളിലൂടെ വളർന്നു വന്ന ഒരു ആവാസ വ്യവസ്ഥ ആ കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ മാറി നിന്ന രാജ്യങ്ങൾ പിന്നീട് കൂടുതൽ അടുക്കുന്ന ഒരു കാഴ്ച ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ അടിത്തറയ്ക്ക് ഇപ്പോൾ ഗുരുതരമായ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. അത് മറ്റാരുമല്ല, ജോർജ് W. ബുഷിൻ്റെ കീഴിൽ ദക്ഷിണ മധ്യേഷ്യയുടെ മുൻ US ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറിയായ ഇവാൻ എ ഫെയിൻബോങ് ആണ് ഈ കാര്യം പറയുന്നത്. ആഗോള ജനാധിപത്യ സഹകരണത്തിൻ്റെ മൂലക്കല്ലായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇന്ത്യ US ബന്ധം ദുർബലമായി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് ഒരു യുദ്ധം കൊണ്ടുണ്ടായതല്ല. ഇതൊരു ഉച്ചകോടിയിൽ ചർച്ചയിൽ ഒന്നും പരാജയം സംഭവിച്ചതല്ല. താരിഫുകൾ, അനാവശ്യമായ ട്വീറ്റുകൾ, ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു നിന്ദ്യമായ ശ്രമം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് ചില ഘട്ടങ്ങളിൽ വിഷലിപ്തമായിരുന്നു. അത്തരം ഒരു മിശ്രിതം ഈ ബന്ധം തകർത്തിരിക്കുന്നു. 2000കളുടെ തുടക്കം മുതൽ US നയതന്ത്രജ്ഞരും ഇന്ത്യൻ നേതാക്കളും കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തതാണ് ഇന്ത്യ അമേരിക്ക ബന്ധം. അതാണ് ഡൊണാൾഡ് ട്രംപ് പൊളിക്കുന്നത്. US ഇന്ത്യ ബന്ധം ഒരു ആകസ്മിക സംഭവമേ ആയിരുന്നില്ല. 2005-ലെ സിവിൽ ആണവ കരാർ നമുക്ക് ഓർമ്മയില്ലേ? സംയുക്ത സൈനിക അഭ്യാസങ്ങൾ എത്ര എണ്ണം നടന്നു? സാങ്കേതിക പങ്കാളിത്തമുണ്ടായി, ജനബന്ധമുണ്ടായി, ഹ്രസ്വകാല തർക്കങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇരുപക്ഷവും പരസ്പരം ദീർഘകാല സാധ്യതകൾ എന്ന് പരിശോധിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ആ ബന്ധം വളർന്നത്. ഇപ്പോൾ ഈ ബ്രിക്സ് വിരുദ്ധ നിലപാടാണ് ട്രംപിനുള്ളത്. അതാണ് ഇന്ത്യയോട് ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്താൻ ഒരു കാരണം എന്ന് മനസ്സിലാകുന്നു. ബ്രിക്സിൽ ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ നല്ല തോതിൽ സഹകരിക്കുന്നു. അത് ട്രംപ് ഭയക്കുന്നു. മറ്റൊന്ന് കോർപ്പറേറ്റ് സമ്മർദ്ദമാണ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിന് തയ്യാറാകുന്ന US കമ്പനികളെ ട്രംപ് വിമർശിക്കുന്നു. അവരോട് അമേരിക്കയിൽ നിക്ഷേപിക്കണം, അല്ലെങ്കിൽ പിഴകൾ നേരിടണം എന്ന് അദ്ദേഹം ഭീഷണി മുഴക്കുന്നു. ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റും മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ ദർശനവും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് കരുതുന്നവരുണ്ട്. അതിൻ്റെ വൈരുദ്ധ്യത്തിൻ്റെ മൂർച്ച കൂടുന്നു എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ രണ്ട് രാജ്യങ്ങൾക്കും യോജിച്ചു നിന്നുകൊണ്ട് രണ്ടുപേരുടെയും താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്നൊരു പാതയാണ് ശരിക്ക് അത് പരിശോധിക്കേണ്ടത്. പക്ഷേ അതിന് അപ്പുറത്ത് നിന്ന് അമേരിക്ക സ്വന്തം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാടെടുക്കുമ്പോൾ അത് ഒരു ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയാണ്. മറ്റൊരു ഘടകം പാകിസ്ഥാനാണ്. ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ അടുപ്പിക്കുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് വൈറ്റ് ഹൗസിൽ വിളിച്ച് ഉച്ചഭക്ഷണം കൊടുക്കുന്നു. ഇസ്ലാമാബാദിന് ഒരു മികച്ച താരിഫ് നിരക്ക് നൽകിയിരിക്കുന്നു. ഇന്ത്യക്ക് 50% മുമ്പോൾ ഇസ്ലാമാബാദിനത് 19% എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. എണ്ണ പരിവേഷണത്തിനുള്ള ഒരു സഹകരണം അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഈ പാകിസ്ഥാനുമായി ഒക്കെ കൂടുതൽ അടുക്കാനുള്ളൊരു ശ്രമം ട്രംപ് നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ട്രംപിൻ്റെ പ്രവൃത്തികളും പ്രസ്താവനകളും ഈ ആജ്ഞാപിക്കുന്ന സ്വരവും ഒന്നും ഇന്ത്യക്ക് അങ്ങനെ പെട്ടെന്ന് ദഹിക്കാവുന്നതല്ല. അതേസമയം ഇതൊക്കെ പാകിസ്ഥാൻ ഏറ്റുവാങ്ങുന്നു, അതിനവർ തയ്യാറാണ് എന്നതാണ് ട്രംപിനെ സന്തോഷിപ്പിക്കുന്നത്. അമേരിക്കയുമായുള്ള ബന്ധത്തെ ഇന്ത്യയിൽ ഒരു എരിയുന്ന ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അമേരിക്കയ്ക്ക് കീഴടങ്ങണ്ട എന്ന ഒരു പൊതുവികാരം ഇപ്പോൾ ഇന്ത്യയിൽ ശക്തമായി കഴിഞ്ഞു. ഇന്ത്യൻ കയറ്റുമതി തീരുവ 50%മായി ഉയർത്തിയതിൻ്റെ ഒരു പ്രതിഷേധം ഈ നാട്ടിൽ ഉയരുകയാണ്. ട്രംപിൻ്റെ താരിഫ് നയം ഇന്ത്യയെ ബ്രസീലിന് തുല്യമായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്മേലുള്ള സമ്മർദ്ദം അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാതെ പറഞ്ഞു കഴിഞ്ഞു.
ഇവിടെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നു. വീണ്ടും ഒരു ശീതയുദ്ധകാലത്തിന് സമാനമായ സാഹചര്യം വരുമോ എന്നതാണ്. കാര്യങ്ങൾ അങ്ങനെയാണ് നീങ്ങുന്നത് എന്ന് പലരും പറയുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ആരംഭിച്ച ശീതകാല യുദ്ധം 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടുകൂടിയാണ് അത് അവസാനിച്ചത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ആ സാഹചര്യം വരികയാണ് എന്ന് ചിലരൊക്കെ പറയുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആരംഭിച്ച 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോട് അവസാനിച്ച ആ ശീതയുദ്ധം വീണ്ടും ആരംഭിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ടു ചേരികളിലാണ് അന്ന് നിന്നത്. അവർക്ക് സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നു. ആ സഖ്യകക്ഷികൾ രണ്ട് ചേരികളായി നിലയുറപ്പിച്ചു. മുതലാളിത്ത വെസ്റ്റേൺ ബ്ലോക്കും കമ്മ്യൂണിസ്റ്റ് ഈസ്റ്റേൺ ബ്ലോക്കും തമ്മിൽ അന്ന് ഒരു ആഗോള ഭൗമരാഷ്ട്രീയ വൈരാഗ്യം ശക്തമായി വന്നു. ആ കാലഘട്ടമാണ് ശീതയുദ്ധത്തിൻ്റെ കാലഘട്ടം. ആ ശീതയുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യം വീണ്ടും തുടക്കമാകുമോ എന്ന സംശയം ഉയരുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പലരും ഓർത്തു നോക്കുകയാണ്. വൻ ശക്തികൾക്കിടയിൽ അന്ന് നേരിട്ട് പോരാട്ടങ്ങൾ ഉണ്ടായില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഈ രാജ്യങ്ങൾ ഇടപെട്ടു. ചാരവൃത്തി, അതുപോലെ പ്രചാരണ ക്യാമ്പയിനുകൾ, ഉപരോധങ്ങൾ, ഇതൊക്കെ രാജ്യങ്ങൾ പരസ്പരം ഏർപ്പെടുത്തി. ആയുധ നിർമ്മാണത്തിൽ മത്സരം നടന്നു. ബഹിരാകാശ രംഗത്ത് മത്സരം നടന്നു. അതിനപ്പുറത്തേക്ക് കായിക രംഗത്ത് പോലും ശീതയുദ്ധത്തിൻ്റെ ആ പ്രതിഫലനം പ്രകടമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ സാഹചര്യത്തിലേക്ക് ലോകം നീങ്ങിയാൽ ഇനി ഇന്ത്യക്ക് പഴയ ചേരിചേര നയത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമോ? ആ ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. നമുക്ക് അമേരിക്കയെ പൂർണ്ണമായി ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം വരുമോ? ട്രംപിൻ്റെ അമിത പ്രതികരണമാണ് എല്ലാത്തിനും കാരണം. ട്രംപ് ഇസ്ലാമാബാദിനെ വല്ലാതെ ആലിംഗനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഭീകര ആക്രമണത്തിന് ശേഷം, നമ്മുടെ നാട്ടിൽ നടത്തിയ ഈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഈ നീക്കം എന്നതാണ് ശ്രദ്ധേയം. ഇതിൽ വ്യക്തമായ ഒരു ആശങ്ക ഇന്ത്യ ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കാര്യം എല്ലാ വിദഗ്ധരും എടുത്തു പറയുന്നു: വിശ്വാസം കെട്ടിപ്പടുക്കാൻ പ്രയാസമാണ്. അതിലും കൂടുതൽ ബുദ്ധിമുട്ടാണ് അത് നിലനിർത്താൻ. ഇന്ത്യ അത് കഴിഞ്ഞ 25 കൊല്ലമായി നിലനിർത്തിയതാണ്. US ഇന്ത്യ സിവിൽ ന്യൂക്ലിയർ എഗ്രിമെൻറ്റിൻ്റെ പേരിൽ ഒരുപാട് പഴികേട്ടു നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്. UPA സർക്കാർ അവിശ്വാസ പ്രമേയം വരെ നേരിട്ടു. എന്നിട്ടും US ഇന്ത്യ ബോണ്ട് എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ അമേരിക്കൻ നയത്തെ വിദഗ്ധർ പറയുന്നത് ഇതൊരു സ്ലോ മോഷൻ ദുരന്തം എന്നാണ്. ഇത് എല്ലാ സൂചനകളും നൽകുന്നത് അപകടകരമായ ഒരു ഭാവിയിലേക്ക് അമേരിക്ക നീങ്ങുന്നു എന്നതാണ്. ഇത് എല്ലാ വിദഗ്ധരും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ത്യയുടെ വിദേശ നയം ഇന്ന് കൂടുതൽ ജനകീയ താൽപ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മുന്നേറുന്നത്. അമേരിക്കൻ ഭീഷണിയെ അതിജീവിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ശീതയുദ്ധകാല സമാനമായൊരു സാഹചര്യത്തിലേക്ക് ലോകം തിരിച്ചുപോയാൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ശീതയുദ്ധകാല സമാനമായൊരു സാഹചര്യം ഉണ്ടായാൽ അത് കഴിഞ്ഞ കാലത്തേക്കാൾ ഗുരുതരമായിരിക്കും എന്ന് പറയുന്നവരുമുണ്ട്.